നമസ്കാരം. പ്രൈസ് 3 ഓൺലൈൻ പോർട്ടലിൽ കരാറുകാർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? സൈറ്റ് ഹാൻഡ് ഓവർ നോട്ടീസും സെലക്ഷൻ നോട്ടീസുമൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക? ഒട്ടനവധി പ്രിയപ്പെട്ട കരാർ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനെല്ലാമുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് സഹായി.comന്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ പ്രദീപൻ തൂലിക, പ്രൈസ് 3യുടെ ഡിപ്പാർട്ട്മെൻറ്റ് തല മാസ്റ്റർ ട്രെയിനറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. പ്രൈസ് 3 കൊണ്ട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്ത് ഉപകാരമാണ് സാർ, എന്ത് പ്രയോജനമാണ് സാർ ഞങ്ങൾ കരാറുകാർ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ പ്രൈസ് 3 നടപ്പിലാക്കുന്നതിലൂടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് കരാറുകാർ. അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രൈസ് 3 പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ ഇല്ലാതാകും എന്നതാണ്. എന്താണ് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഖ്യമായ പ്രശ്നങ്ങൾ? ഒരു എംബുക്ക് എഴുതിയാൽ ആ എംബുക്കുമായിട്ട് നിങ്ങൾ ഹയർ ഓഫീസർമാരുടെ ഓഫീസുകളിലേക്ക് പോകേണ്ടി വരും. അവിടെ കൊണ്ടുപോയി ചെക്ക് മെഷർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഓഫീസർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒട്ടനവധി അങ്ങനെ നിങ്ങളുടെ സമയനഷ്ടം, നിങ്ങളുടെ കുറേ അധികം വിഷയങ്ങൾ നിലവിലുണ്ട്. ഒരു ബില്ല് തയ്യാറാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തവണ നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർമാരോട് ആവശ്യപ്പെടേണ്ടി വന്നേക്കാം. എഞ്ചിനീയർമാർ അത് തയ്യാറാക്കാനുള്ള സങ്കീർണതകൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പിന്നെ ആവട്ടെ എന്ന് പറയുന്നുണ്ടാവാം. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഒരു മൗസ് ക്ലിക്കിൽ ഒരു ബില്ല് തയ്യാറാക്കുന്ന സംവിധാനത്തിലേക്കാണ് പ്രൈസ് 3 വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഈ പറയുന്ന സംവിധാനത്തിലൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഇനി കൃത്യമായി ചെയ്യേണ്ടത് നിങ്ങൾ ജോലി ചെയ്യുക എന്ന് മാത്രമാണ്. നിങ്ങൾ ഏറ്റെടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ കാലതാമസമില്ലാതെ അതിൻ്റെ പേയ്മെൻ്റ് അടക്കം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം, നിങ്ങൾക്ക് ലൈസൻസ് പുതുതായി ഒരു ലൈസൻസ് എടുക്കാൻ അതിനു പോലും ഈ പറയുന്ന ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇനി മുതൽ ഗുണനിലവാരത്തോടെയും സമയബന്ധിതമായും പ്രവൃത്തി നടത്തുന്ന കരാറുകാർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന ഒരു വിഷയം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് ബാങ്ക് ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്നൊരു സംവിധാനം നടത്തുമായിട്ടുണ്ട്. അതായത് വായ്പ എടുത്താൽ വായ്പ തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ആ പറയുന്ന ഗുണഭോക്താവിനുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. ഈ സിബിൽ സ്കോർ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബാങ്കിലെ മാനേജരൊന്നുമല്ല, അത് തയ്യാറാക്കുന്നത് ആ പറയുന്ന സോഫ്റ്റ്വെയറാണ്. അതുപോലെ ഒരു സിബിൽ സ്കോർ പ്രൈസ് 3 ഓരോ കരാറുകാരനും ഇപ്പോൾ അതിൻ്റെ ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ ലൈസൻസ് പുതുക്കാൻ പോകുമ്പോൾ പ്രൈസ് 3 ഈ പറയുന്ന സ്കോറിൻ്റെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നല്ല രീതിയിൽ സമയബന്ധിതമായി കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുന്ന കരാറുകാർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു വലിയ ഉദ്ദേശം കൂടിയാണ്. ഗുണനിലവാരം എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു നടപടിയാണ് സർക്കാർ അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ ഗുണനിലവാരം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ പ്രൈസ് 3 സംവിധാനം വന്നിരിക്കുന്നത്. കരാറുകാരുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് 3യിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് 3യിൽ കരാറുകാർ രജിസ്റ്റർ ചെയ്യുക? അത് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. പ്രൈസ് 3യിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം നമുക്ക് കോൺട്രാക്ടേഴ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കോൺട്രാക്ടേഴ്സ് പോർട്ടലിൻ്റെ വെബ് അഡ്രസ്സാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ വെബ് അഡ്രസ്സ് നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് ഡയറക്റ്റ് പോർട്ടലിലേക്ക് പോകാം. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായി.comന്റെ ബ്ലോഗുണ്ട്. ആ ബ്ലോഗിൽ ഇതിന് ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഇവിടെ ഡയറക്റ്റ് ലിങ്കാണ്, താഴെ നോക്കി അറിയാൻ പറ്റും. പ്രൈസുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും കൂടെ ഒറ്റ ഒരു ഭാഗമായിട്ടാണ് വച്ചിരിക്കുന്നത്.
ഈ സഹായി.comന്റെ ചില പ്രത്യേകതകളൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊതുമരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യൂസർ ഗൈഡ് അടക്കം DSR നിരക്കടക്കം അതേ കണക്ക് തന്നെ നിരക്കുകൾ അറിയാൻ വേണ്ടിയുള്ള DSR അനലൈസറിൻ്റെ എക്സൽ ടൂൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന സഹായി.comന്റെ ബ്ലോഗിലൂടെ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ സൗകര്യം പോലെ നോക്കിയാൽ മതിയാകും. അപ്പം നമുക്ക് പോർട്ടലിലേക്ക് കിടക്കാം. കോൺടാക്ട് പോർട്ടൽ ഡയറക്റ്റ് ലിങ്കാണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ കോൺടാക്ട് പോർട്ടൽ ഓപ്പണായി. ഇതിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന പേജ് ഇതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് യൂസർ ID-യോ പാസ്വേഡോ ഒന്നും നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ടൊരു യൂസർ ID-യും ഒരു പാസ്വേഡും ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് കയറുന്ന ഒരു കരാറുകാരൻ. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫോർഗോട്ട് പാസ്വേഡ് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് 3 വിവരങ്ങളാണ്. ഒന്ന് പാൻ, 2 ഇമെയിൽ, മൂന്നാമത്തത് മൊബൈൽ നമ്പർ. ഈ 3 വിവരങ്ങൾ നമ്മൾ കൃത്യമായി അവിടെ കൊടുക്കണം. 3 വിവരങ്ങൾ കൊടുക്കുന്നത് കൃത്യമായി കൊടുക്കണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ലൈസൻസ് എടുക്കാൻ നേരത്ത് അവിടെ ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ മുമ്പാകെ കൊടുത്ത വിവരങ്ങൾ തന്നെയാവണം ഇവിടെ കൊടുക്കേണ്ടത്. അത് മാറിപ്പോയാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിലേക്കൊരു യൂസർ ID പാസ്വേഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പരിശോധിക്കാം. ഇപ്പം ഞാൻ പാൻ കൊടുത്തു, ഇമെയിൽ കൊടുക്കണം അടുത്തത്. അപ്പം ഇമെയിലും കൊടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, അതായത് കരാറുകാരുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കണ്ടത് അതിൻ്റെ മെമ്മറി കിടക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ആദ്യമേ നിങ്ങൾ അതെന്ത് എങ്ങനെ വന്നു എന്നൊരു സംശയം വേണ്ട. ഇപ്പം കണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെമ്മറി ഞാൻ നേരത്തെ ചെയ്തിട്ടെന്ന് കിടന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കൊടുത്തിട്ട് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുന്നു. കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഡയലോഗ് കാണുന്നു, ക്രെഡൻഷ്യൽസ് ആർ നോട്ട് മാച്ചിങ്. ഇതിൻ്റെ അർത്ഥം പ്രൈസ് ട്രീയുടെ ഡേറ്റാബേസിൽ ഉള്ള വിവരങ്ങളും നിങ്ങൾ ഇപ്പോൾ ഈ കൊടുത്ത വിവരങ്ങൾ, അതായത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ID ചിലപ്പോൾ അവിടെ കൊടുത്തതാവില്ല, ഫോൺ നമ്പർ അവിടെ കൊടുത്തതാവില്ല. അപ്പം അതുപോലുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വിഷയം. ഇങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ ലൈസൻസ് ഇഷ്യൂ ചെയ്ത അതോറിറ്റിയുടെ ഓഫീസിൽ പോയിട്ട് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ ആവില്ല ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള ഇമെയിൽ ID-യും മൊബൈൽ നമ്പരും അവിടെ കൊടുത്ത് അതിൻ്റെ പ്രൈസ് ട്രീയുടെ ഡേറ്റാബേസ് ആദ്യം ശരിയാക്കണം. ശരിയാക്കിയതിന് ശേഷം എഗൈൻ നമ്മൾ തിരിച്ച് വന്നിട്ട് ഈ വിവരങ്ങൾ വീണ്ടും കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ 3 വിവരങ്ങളും ഇപ്പോൾ കൃത്യമായി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുന്നു. കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ബോക്സ് ഇതുപോലെ വരും. അതിൽ ടെമ്പററി പാസ്വേഡ് ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID നമ്മളെ ഇമെയിലിലേക്കും ഒരു ടെമ്പററി പാസ്വേഡ് പ്രൈസ് ട്രീ അയച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാനുള്ളത് ആ പറയുന്ന പാസ്വേഡ് കൃത്യമായിട്ടെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടി വീണ്ടും ലോഗിൻ ഇയർ. ഇതിനകത്ത് പാൻ ആണ്. നമ്മൾ യൂസർ ID എപ്പോഴും പാനായിരിക്കും. നമ്മൾ പാൻ കൊടുത്തു, യൂസർ ID പാൻ കൊടുത്തു. എന്നിട്ട് പാസ്വേഡിന് വേണ്ടി എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വന്ന ടെമ്പററി പാസ്വേഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ ടെമ്പററി പാസ്വേഡ് എൻ്റെ മൊബൈലിലേക്ക് വന്ന ടെമ്പററി പാസ്വേഡ്, മൊബൈലിൻ്റെ പേരും ഇമെയിലിൻ്റെ പേരും. അപ്പോൾ ആ മൊബൈൽ SMS ആയിട്ട് വന്ന ടെമ്പററി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ വെരിഫിക്കേഷൻ കോഡ് അതുപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ സ്മാളും ഒക്കെ നോക്കി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതുപോലെ തന്നെ കൊടുത്തു, ലോഗിൻ ബട്ടൺ. അപ്പം ഇതോടുകൂടി നമുക്ക് ഈ ഇപ്പോൾ വന്ന ടെമ്പററി പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നേക്കുന്നത്. അവിടെ ചോദിക്കുന്നു കറണ്ട് പാസ്വേഡ്. കറണ്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ വന്ന നമ്മുടെ ടെമ്പററി പാസ്വേഡാണ്. അത് ഞാൻ കൊടുക്കുന്നു. ഇപ്പോഴത്തെ കറണ്ട് പാസ്വേഡ് അതാണ്. ഇനി ഞാൻ പുതിയ പാസ്വേഡ്, കാരണം ഈ തരുന്ന ടെമ്പററി പാസ്വേഡ് ആദ്യത്തെ ലോഗിനിൽ നിർബന്ധമായിട്ടും നമ്മൾ മാറ്റിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ന്യൂ പാസ്വേഡ് കൊടുക്കും. നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്ക് ചില നിബന്ധനകളുണ്ട്. അതിനൊന്ന്, മിനിമം 8 അക്ഷരങ്ങളെങ്കിലും ഈ പാസ്വേഡിനുണ്ടായിരിക്കണം. ഒരെണ്ണമെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം.
ഒന്നെങ്കിലും ഒരു സ്മാൾ ലെറ്റർ ആയിരിക്കണം, ഒരെണ്ണമെങ്കിലും ഒരു ഇൻഡിജർ ആയിരിക്കണം, ഒരെണ്ണമെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആൻഡ്, $, പെർസെൻറ്റേജ്, അറ്റ്, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും വേണം. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ പാസ്വേഡായിട്ട് കൊടുക്കാനുള്ളത്. ഇപ്പോഴത്തെ എല്ലാ പാസ്വേഡുകളും ഈ ഒരു കോമ്പിനേഷൻ്റെ രീതിയിൽ തന്നെയാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർന്ന ഒരു പുതിയ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ് ഈ കരാറുകാരുടെ വേണ്ടി. എഗെയിൻ രണ്ടാമതും ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി രണ്ടാമത് ടൈപ്പ് ചെയ്യുന്നു, കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുന്നു. അതോടെ വരുന്നു നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു ഡയലോഗ് വരികയാണ്. ഇതോടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ പുതിയ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാം. അപ്പം നമ്മുടെ ലോഗിൻ ഡീസ് അവൈലബിൾ എല്ലാം വന്നിട്ടുണ്ട്. എഗെയിൻ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇത് ഞാൻ അവിടെ കൊടുക്കേണ്ടത് പുതിയ യൂസർ ഐ ഡി പാൻ തന്നെയാണ്. പുതിയ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വെരിഫിക്കേഷൻ കോഡ്, ലോഗിൻ ബട്ടൺ, ലോഗിൻ പേജ് വന്നു കഴിഞ്ഞാൽ കരാറുകാരുടെ പേരടക്കം എല്ലാം നമുക്കുള്ള ലോഗിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫയലുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈസൻസിന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു വിഷയം, പുതിയ, അതായത് നമ്മുടെ ഈ ഓൺലൈനായി എടുത്ത ലൈസൻസുകളുടെ മാത്രമേ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയൂ. ബാക്കിയുള്ളതെല്ലാം പഴയതൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്തതൊന്നും ഇവിടെ കാണാൻ കഴിയും. അത് നിങ്ങൾ ഇതിൻ്റെ വ്യൂ ബട്ടൺ എടുത്ത് നോക്കിയാൽ ഇതുപോലെ കാണിക്കും. ഇത് ബാക്ക്ലോഗ് എൻട്രി, അതായത് നിങ്ങളുടെ മുൻപേ ഉള്ള വിവരങ്ങൾ വെച്ച് അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല എന്നാണ് പ്ലസ് 3 പറയുന്നത്. പുതിയ കോൺടാക്ട് പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എല്ലാം കാണും. ഭാവിയിൽ ഒരുപക്ഷെ എല്ലാ ലൈസൻസുകളും കാണുന്ന രീതിയിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടാം. ഇനി അപ്പം നമ്മുടെ ലൈസൻസ് അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇനി ഓഫീസുകളിൽ നിന്ന് വരുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ഇൻബോക്സിൽ വന്ന് കിടക്കും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ സൈറ്റ് ഹാൻഡ് ഓവർ നോട്ടീസ്, നമ്മുടെ സെലക്ഷൻ നോട്ടീസ്, നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അടക്കം എല്ലാം നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ കാണാൻ കഴിയും. അതേ കണക്ക് തന്നെ സൈറ്റ് ഹാൻഡ് ഓവർ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ DSC, ഡിജിറ്റൽ സിഗ്നേച്ചർ, രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇത് ജനറൽ മെനു. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, 2 മെനുവാണ് പ്ലസ് 3 അല്ലെങ്കിൽ കോൺടാക്ട് പോർട്ടലിൻ്റെ മെയിനായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പ്രൊഫൈൽ മെനു, ഇതാണ് നിങ്ങളുടെ പ്രൊഫൈൽ മെനു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് വല്ലതും വേറെ ആരെങ്കിലും കണ്ടുപോയെങ്കിൽ മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചേഞ്ച് പാസ്വേഡ് കൊടുത്ത് നിങ്ങളുടെ പാസ്വേഡ് മാറ്റാം. രണ്ടാമത്താണ് നമ്മുടെ മാസ്റ്റർ മെനു. മാസ്റ്റർ മെനുവിൽ ഈ ജനറലിനകത്ത് ഈ DSC രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം അത് ഞാൻ തുടർന്ന് അങ്ങോട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ അത് ക്ലിയറായിട്ട് ഒരു വട്ടം പറയുന്നുണ്ട്. അന്നേരം അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് മനസ്സിലാകും. രണ്ടാമത് നമ്മളെ വർക്ക്സാണ്. ഈ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഈ കലാകാരനെ സംബന്ധിച്ചുള്ള വർക്കുകളൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വർക്കുകളിൽ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, വർക്ക് അവാർഡായിട്ടുള്ള വർക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇവിടെ ഈ വർക്ക്സിൻ്റെ ടാബിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ലൈസൻസ്, അതൊരു വൺ ടൈം EQ എന്നൊരു സാധനമുണ്ട്. വൺ ടൈം EQ മീൻസ് പ്രീ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് A ക്ലാസ് കരാറുകാർക്കും B ക്ലാസ് കരാറുകാർക്കും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാര്യം 5 കോടി രൂപയ്ക്ക് പുറത്തുള്ള പ്രവൃത്തികൾക്ക് മാത്രം മതി ഈ പറയുന്ന പ്രീ ക്വാളിഫിക്കേഷൻ. അങ്ങനെയുള്ള വലിയ കരാറുകാർ Aയ്ക്കും Bയ്ക്കും ഒക്കെ അവരുടെ പ്രീ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്ത് ആഡ് ചെയ്തിടാൻ കഴിയും. അപ്പം ഇതിപ്പോൾ C ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ലൈസൻസ് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പം ഇത് വരും. നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് വരും. സിവിൽ C കാറ്റഗറി ഈസ് നോട്ട് എലിജിബിൾ ഫോർ അപ്ലൈയിങ് ഓൺ IP ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പം Aയ്ക്കും Bയ്ക്കും ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടക്കം മുഴുവൻ ഒരു തവണ ചെയ്തിട്ടാൽ പിന്നെ ഓരോ തവണയും ഈ പ്രീ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. വൺ ടൈമായിട്ട് ചെയ്യാൻ കഴിയും. അത് വലിയ Aയ്ക്കും Bയ്ക്കും മാത്രം ബാധകമായ കാര്യമാണ്.
അതിനകത്ത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അതിൻ്റെ സ്റ്റാറ്റസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, റിസോഴ്സസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ്, ഇതിനെ സപ്പോർട്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനവും പ്രൈസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ട്രീയിൽ രജിസ്റ്റർ ചെയ്യുക. ഇനി നമുക്ക് ഓരോ പ്രവൃത്തികളും, ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ സൈറ്റ് ഹാൻഡ് ഓവർ നോട്ടീസ് അത് ഡിജിറ്റലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന സെലക്ഷൻ നോട്ടീസ് വന്നാൽ നമ്മൾ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്, ഈ വക കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഐറ്റം റേറ്റ് വിവോയ്ക്കുൻ്റെ ഒരു സാഹചര്യത്തിൽ കരാറുകാരൻ വോട്ട് ചെയ്യുന്ന നിരക്ക് DSR നിരക്കിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ NMR നിരക്കിനേക്കാൾ കൂടുതലോ, NMR എന്ന് വെച്ചാൽ ലോക്കൽ മാർക്കറ്റ് റേറ്റാണ്, കൂടുതലോ ആണെങ്കിൽ അത് സാധാരണഗതിയിൽ PWD മാനുവൽ പ്രകാരം അംഗീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ്, അത് ആരാണോ ടെൻഡർ ഇൻവൈറ്റിംഗ് അതോറിറ്റി, അദ്ദേഹം ഇത് നെഗോസിയേഷന് വേണ്ടി ഈ നിരക്ക് കുറയ്ക്കാൻ കരാറുകാരൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നെഗോസിയേഷന് വേണ്ടി കരാറുകാരന് അയച്ചു കൊടുക്കാറുണ്ട്. മാനുവൽ ടെൻഡറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത്തവണ ഇത് തരുന്നത് കോൺട്രാക്ടേഴ്സ് പോർട്ടലിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു നിരക്ക് നെഗോസിയേഷന് വേണ്ടി വന്നാൽ എങ്ങനെയാണ് കരാറുകാരൻ കോൺട്രാക്ടേഴ്സ് പോർട്ടലിൽ അത് ചെയ്യുക, അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കരാറുകാരൻ വോട്ട് ചെയ്ത നിരക്ക് ഹൈക്കോർട്ട് റേറ്റ് ആയതുകൊണ്ട് കൺസേൺഡ് ബന്ധപ്പെട്ട എഞ്ചിനീയർ ഈ ഫയൽ കോൺട്രാക്ടറുടെ പോർട്ടലിലേക്ക് അയച്ചിരിക്കുകയാണ്. നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. കോൺട്രാക്ടേഴ്സ് പോർട്ടൽ ലോഗിൻ ചെയ്യുന്നു. യൂസർ ID യും പാസ്വേഡും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ കരാറുകാരുടെ ലോഗിനാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻബോക്സ് പരിശോധിക്കുന്നു. ഇൻബോക്സ് പരിശോധിക്കുമ്പോൾ ഇൻബോക്സിലാണ് ഈ പറയുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ അയക്കുന്ന ഫയലുകൾ വന്ന് കിടക്കുക. ഇൻബോക്സ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പോസ്റ്റ് ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന ടാബിൽ ഒന്നെന്ന് കാണും. അതായത് ഒരു ഫയൽ വന്നു. ഈ പോസ്റ്റ് ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഈ നെഗോസിയേഷന് വേണ്ടി അയക്കുന്ന ഫയലാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ ഫയല്. ഫയലിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. ഇപ്പം നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത VOQ കൊടുത്ത നിരക്കുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പരിശോധിച്ചാൽ ഓരോ ഐറ്റവും കാണാം. അതിൻ്റെ എസ്റ്റിമേറ്റ് റേറ്റ് എത്രയാണ്, NMR റേറ്റ് എത്രയാണ്, കറണ്ട് SOR ഷെഡ്യൂൾ ഓഫ് റേറ്റ് എത്രയാണ്, നിങ്ങൾ വോട്ട് ചെയ്ത റേറ്റ് എത്രയാണ്. ഇപ്പോൾ പരിശോധിക്കുന്നത് 350 ഇവിടുത്തെ കറണ്ട് SOR അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചുമപ്പ് ടാബിലായിട്ട്, ചുമപ്പ് ബോക്സിലായിട്ട് HQI ഹൈക്കോർട്ട് ഐറ്റം എന്നാണ് HQI എന്ന് പറയുന്നത്. ഹൈക്കോർട്ട് ഐറ്റമായിട്ട് പ്രൈസ് കാണിച്ചിരിക്കുക. അപ്പം ഈ നിരക്ക് നിങ്ങൾ കുറയ്ക്കണം. അപ്പം ഈ നിരക്ക് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നിരക്ക് കുറയ്ക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ ഫയല് ഒന്നും ചെയ്യാതെ നേരെ നിങ്ങൾ ആക്ഷൻ ബട്ടൺ എടുത്തിട്ട് ഫോർവേഡ് കൊടുത്ത് നേരെ ഈ പറയുന്ന AEക്ക് അല്ലെങ്കിൽ AICക്ക് ആരാണോ ടെൻഡർ ഇൻവൈറ്റിംഗ് അതോറിറ്റി അവർ അയച്ചു കൊടുത്താൽ മാത്രം മതിയാവും ത്രൂ ദിസ് പോർട്ടൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തെ വീണ്ടും ഓഫീസർമാർ ഇത് പരിശോധിക്കുമ്പോൾ പിന്നീട് അവർ നോക്കുക ഓരോ ഇൻഡിവിജ്വൽ ഐറ്റമല്ല, മുഴുവൻ മൊത്തം NMR തുക എത്രയാണ്, മൊത്തം ഈ പറയുന്ന SOR തുക എത്രയാണ്. അപ്പോൾ ഈ മൊത്തം NMRനേക്കാൾ കുറവും അല്ലെങ്കിൽ മൊത്തം SOR എമൗണ്ടിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഈ വോട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ടെങ്കിൽ ഇത് അവർ അംഗീകരിച്ച് പോകും, കുഴപ്പമില്ല. പിന്നെ ഈ ഇൻഡിവിജ്വൽ ഐറ്റം നോക്കുന്നില്ല. പക്ഷെ അത് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ടെൻഡറിൻ്റെ അവർക്ക് റിജക്റ്റ് ചെയ്യുകയേ നിവർത്തിയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ട് ശരി ഞാൻ ഇത്തിരി നിരക്ക് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് തോന്നുന്നെങ്കിൽ അത് ഈ പറയുന്ന എഞ്ചിനീയറെ അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് നെഗോസിയേഷന് വേണ്ടി ഇത് അയക്കാനും കഴിയും. എല്ലാ ഒരു ഫ്ലെക്സിബിലിറ്റിയും പ്രൈസ് ട്രീയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കരാറുകാരൻ ഈ നിരക്ക് കുറയ്ക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടി അദ്ദേഹം ചെയ്യുക, ഇപ്പം ഈ 350 നിരക്കാണെങ്കിൽ ഈ 350 നിരക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ താഴെ ആക്കാൻ ഞാൻ ബില്ലിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ബട്ടൺ ചെയ്യുക. എഡിറ്റ് ബട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം എഡിറ്റബിൾ മോഡിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ നിരക്ക് ഞാൻ ഇതിനേക്കാൾ താഴെ 296 98 അതിൻ്റെ താഴെ 290 എന്ന് അടിക്കുന്നു. 290
എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തിട്ട് ആ നിരക്ക് ഞാൻ സേവ് ചെയ്യുകയാണ്. ഉടനെ അത് നെഗോസിയേറ്റഡ് ആയിട്ടുള്ള നിരക്ക് സേവ് ആയി കഴിഞ്ഞു. ഇത് ഒരെണ്ണേ ആയുള്ളൂ. ഇനി അടുത്തത് ഈ പറയുന്ന 6237 കൂടുതലാണ്. അതുകൊണ്ടാണത്. അത് ഞാൻ ഈ നിരക്ക് റെഡ്യൂസ് ചെയ്യുന്നു. 6200 ഞാൻ റെഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇനി അടുത്ത വേറെ 314 ഞാൻ 320 കൊടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ 310 കൊണ്ടുവരുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ നിരക്കും നിങ്ങൾക്ക് താഴേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇത് ഇത്ര ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫയല് തിരിച്ച് നിങ്ങൾ ഇതിനകത്ത് കാര്യമല്ല, ഇത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കാൻ വേണ്ടി ആക്ഷൻ ബട്ടണിലേക്ക് പോകുന്നു. ഫോർവേഡ് ബട്ടൺ. ഇവിടെ സെലക്ട് ആക്ഷൻ ചെയ്യുമ്പോൾ ഫോർ എൻ്റർ അക്സെപ്റ്റൻസ് ആണ്. സെലക്ട് ഓഫീസർ എന്ന് പറയുമ്പം ഈ പറയുന്ന എൻ്റർ ഇൻവൈറ്റിംഗ് അതോറിറ്റി ഇതിപ്പോൾ ബ്ലോക്ക് സബ്ഡിവിഷൻ തരത്തിൽ വന്നാണ് എക്സിയുടെ പേര് കാണുക. സെക്ഷനിൽ നിന്ന് വരുന്നതാണ് എയുടെ പേരാവും അവിടെ കാണുക. അവിടെ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫോർ എൻ്റർ അക്സെപ്റ്റൻസ് എന്ന ഒരു കമൻറ്റോടു കൂടി ഈ പറയുന്ന ഫയൽ എൻ്റർ ഇൻവൈറ്റിംഗ് അതോറിറ്റിയുടെ പക്കലേക്ക് നമ്മൾ അയക്കുകയാണ്. ഫോർ എൻ്റർ അക്സെപ്റ്റൻസ് ആഫ്റ്റർ നെഗോസിയേഷൻ എന്നൂടെ ഒന്നും കൂടെ ക്ലിയറായി. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഇഷ്യൂ പറഞ്ഞു ചോദിക്കും. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഫയൽ നേരെ ഇപ്പോൾ നമ്മുടെ എക്സിയുടെ അല്ലെങ്കിൽ എയുടെ ലോഗിലേക്ക് പോയി കഴിയും. ഇനി അവരവിടെ ഇത് തുടർ നടപടി എടുത്തിട്ട് നിങ്ങൾക്ക് എഗ്രിമെൻ്റ് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ നോട്ടീസ് തയ്യാറാക്കി അയക്കുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ നോട്ടീസ് വന്നാൽ എങ്ങനെയാണ് എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. സെലക്ഷൻ നോട്ടീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചാൽ അതും വരിക നമ്മുടെ കോൺട്രാക്ടേഴ്സ് പോർട്ടലിലാണ്. പഴയതുപോലെ രജിസ്റ്റേർഡായിട്ട് കത്ത് വരുന്ന സംവിധാനമൊക്കെ ഇത് അവസാനിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പം നമുക്ക് SMS സംവിധാനമൊന്നും ആയിട്ടില്ല. ഭാവിയിൽ അത് ആവുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ SMS ആയിട്ട് ഈ അറിയിപ്പ് വരും. പിന്നെ നിങ്ങൾ പോർട്ടലിലേക്ക് കയറി നോക്കിയാൽ മതിയാവും. ഇപ്പോൾ ഇതേ കണക്ക് പോർട്ടലിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഫോണിൽ കൂടെ വിളിച്ചറിയിക്കുന്നൊരു സംവിധാനമാണ് തൽക്കാലം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ കോൺട്രാക്ടേഴ്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തിട്ട് യൂസർ ID യും നമ്മുടെ പാനും പാസ്വേഡും കൊടുക്കുന്നു. പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇൻബോക്സിലേക്ക് പോകുന്നു. ഇൻബോക്സ് നോക്കുമ്പോഴത്തേ നമ്മൾ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് അഥവാ നമ്മുടെ സെലക്ഷൻ നോട്ടീസ് 8 വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഈ കരാറുകാരൻ്റെ ലോഗിലേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അത് NSDD ആവാം, PWD ആവാം, എവിടെയൊക്കെ അദ്ദേഹം വർക്ക് എടുത്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഈ വരുന്ന ഫയലുകൾ ഈ പറയുന്ന NOAയുടെ ഈ ഒരു ഹെഡിലായിരിക്കും വന്ന് കിടക്കുക. നേരത്തെ നമ്മൾ കണ്ട പോസ്റ്റൽ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഒന്നുമില്ല. കാരണം ഉള്ളത് നമ്മൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ NOA ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇതുവരെ വന്നിട്ടുള്ള മുഴുവൻ സെലക്ഷൻ നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അതതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് ഇന്നിപ്പം ഡേറ്റ് വൈസാണ് കിടക്കുന്ന. ഡേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 17/11. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളതാണ് എനിക്ക് നോക്കാം. അല്ലെങ്കിൽ എനിക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ആ പറയുന്ന NOA അതുപോലെ ഇവിടെ കിടക്കും. ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഈ പറയുന്ന സെലക്ഷൻ നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്. 14 ദിവസത്തിനകം നിങ്ങൾ എഗ്രിമെൻ്റ് വയ്ക്കണം. അപ്പോൾ ഈ 14 ദിവസം കണക്ക് കൂട്ടുന്നത് നിങ്ങളുടെ പോർട്ടലിൽ വന്ന തീയതി മുതൽ. ആ തീയതിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്നോട് തീയതി അടക്കം വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. ആ തീയതി മുതൽ നിങ്ങളുടെ പോർട്ടലിൽ വന്ന തീയതി മുതൽ 14 ദിവസത്തിനകം നിങ്ങൾ എഗ്രിമെൻ്റ് വച്ചിരിക്കണം. അതുപോലെ തന്നെ 14 ദിവസത്തിനകം വയ്ക്കാൻ ഏതെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ വിത്ത് 1% ഫൈൻ, 1% പിഴയോടുകൂടി, അത് എത്ര രൂപയാണെന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. 10 ദിവസം കൂടെ, അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. 10 ദിവസം കൂടെ നിങ്ങൾക്ക് സമയം നീട്ടിത്തരും. അതിൻ്റെ പിഴ 3631 രൂപ പിഴ കൂടി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് 10 ദിവസം കൂടെ സമയം നീട്ടിത്തരും എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എത്ര രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, അത് ഇപ്പം അതിന് പറയുന്ന പെർഫോമൻസ് ഗ്യാരണ്ടി എന്നാണ്. പെർഫോമൻസ് ഗ്യാരണ്ടി എത്രയാണ്, അതുപോലെ അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി എത്രയാണ്, കൂടാതെ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇപ്പോൾ പുതിയ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്റ് നിബന്ധന പ്രകാരം എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് എടുത്തെങ്കിലേ മതിയാകൂ. അപ്പം അതടക്കമുള്ള കാര്യങ്ങൾ, അത് എത്ര രൂപയുടെ ഇൻഷുറൻസ് എടുക്കണം എന്ന വിവരങ്ങളടക്കം ഈ പറയുന്ന സെലക്ഷൻ നോട്ടീസിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കാം. ഇത് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല.
ഇവിടെ നിന്ന് ഈ ഫയൽ എന്തെങ്കിലും അപ്രൂവ് ചെയ്യുകയോ അപ്രൂവ് ചെയ്ത് അയച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള യാതൊരു ആക്ഷനും നിങ്ങളിവിടെ ചെയ്യേണ്ടതില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം വന്ന ഒരു ഫയലാണ്. അപ്പം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ നേരെ ഓഫീസിൽ നമ്മൾ നിലവിൽ ചെയ്യുന്നത് പോലെ ഓഫീസിൽ പോയി ഇതിന് പറഞ്ഞിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പർ, എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണമെന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് സ്റ്റാമ്പ് പേപ്പർ ഹാജരാക്കി അവിടെ എഗ്രിമെൻ്റ് വയ്ക്കണം. അതാണ് ഈ NOA സംബന്ധിച്ച് നമ്മൾ ചെയ്യാനുള്ളത്. അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഈ ഫയൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ അറിവിലേക്ക് മാത്രം വരുന്ന ഒരു ഫയൽ, ഒരു തപാൽ എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതിയാകും. ഈ നിങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് അവിടെ പോയി എഗ്രിമെൻ്റ് വച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സൈറ്റ് ഹാൻഡ് ഓവർ നോട്ടീസ് ഓഫീസിൽ നിന്ന് തയ്യാറാക്കി അയക്കുക. അതും വരുന്നത് ഈ പറയുന്ന നമ്മുടെ പോർട്ടലിലേക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് ഇനിയൊന്ന് പരിശോധിക്കാം. ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ബട്ടൺ, നമ്മുടെ ലോഗിൻ പേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ പരിശോധിച്ചാൽ, ഇൻബോക്സ് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പം ഇൻബോക്സിനകത്ത് കാണാൻ പറ്റും സൈറ്റ് ഹാൻഡ് ഓവർ ഒരെണ്ണം വന്ന് കിടക്കും. ഈ സൈറ്റ് ഹാൻഡ് ഓവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഫയൽ ഡീറ്റെയിൽസ് ആണ് കാണുക. ഇന്നത്തെ ഡേറ്റ് അടക്കം എല്ലാം വന്നിട്ടുണ്ട്. ഈ ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഡേറ്റ് തൊട്ടാണ് നമ്മളെല്ലാം ചെയ്യാനുള്ളത്. എന്താണ് ഈ ഡേറ്റ് തൊട്ടെന്ന് പറയാൻ കാര്യം, എഗ്രിമെൻ്റ് വച്ച് 10 ദിവസത്തിനകം സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണമെന്നാണ്. അതായത് സൈറ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കണമെന്നാണ് 10 ദിവസത്തിനകം. ആ 10 ദിവസം എത്രയാണ് എന്ന് മുതലാണെന്ന് തീരുമാനിക്കുന്നത് ഈ ഡേറ്റിനെ ബേസ് ചെയ്താണ്. അപ്പം നിങ്ങളുടെ ലോഗിൻ പേജിൽ വന്ന ഡേറ്റാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ആ ഫയൽ ഓപ്പണായി വരും. നോക്കൂ, നമ്മുടെ സൈറ്റ് ഹാൻഡ് ഓവർ പ്രൊഫോമ PWD മാനുവലിലെ 2100A പ്രകാരം ഉള്ള കൃത്യമായ പ്രൊഫോമയിലുള്ള മുഴുവൻ വിവരങ്ങളും അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പേരടക്കം, ആധാർ കാർഡിൻ്റെ പേരടക്കം, എമൗണ്ട്, കോട്ട് ചെയ്ത തുക, എഗ്രിമെൻ്റ് ഡേറ്റ്, എഗ്രിമെൻ്റ് നമ്പർ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട വിഷയം, ഐ ഹാവ് ദിസ് ഡേ. ഇവിടെ നോക്കൂ, ഈ പറയുന്ന തീയതി അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ നാളെ, അപ്പം ഇന്നത്തെ ദിവസം 18ആണ് ഇപ്പം കാണുന്നത്. നാളെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കി അവിടെ 18 കാണുക. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ദിവസത്തെ തീയതിയാകും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപേ എന്തെങ്കിലും എഴുതി ഒന്ന് റെഡിയാക്കി 10 ദിവസം എന്നുള്ള തീയതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഇത് നമ്മൾ ഓക്കെ ആണ്, നമ്മുടെ സൈറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എഗ്രി ബട്ടൺ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു. അതോടുകൂടി ഈ 17 ഡേറ്റ് വെച്ച് നിങ്ങൾ സൈറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഒപ്പിട്ട് കൊടുക്കണം അല്ലേ. അപ്പം നമ്മൾ മാനുവലായിട്ട് ആകുമ്പോൾ നമുക്കിങ്ങനെ ഒപ്പിട്ട് നമ്മുടെ സീറ്റൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഡിജിറ്റലി ആകുമ്പോൾ അതിൻ്റെ സൈൻ ഡിജിറ്റൽ സൈൻ ആവണം. ഡിജിറ്റൽ സൈൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, DSC ടോക്കൺ. നിങ്ങൾ ഈ എൻ്റർ ചെയ്യാൻ, ഇതാണ് നമ്മൾ DSC ടോക്കൺ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സെയിം ടോക്കൺ നിങ്ങൾക്ക് ഇതിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ടോക്കൺ ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ ഒന്ന് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അപ്പം കമ്പ്യൂട്ടർ കോൺഫിഗർ ചെയ്യാന്ന് വെച്ചാൽ ജാവ വെർഷൻ 8 ഇടണം. NIC ഡിസൈൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നമ്മുടെ ഈ DSCയുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ജാവ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രൗസർ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഈ പറയുന്ന കമ്പ്യൂട്ടറിനെ കോൺഫിഗർ ചെയ്തെടുക്കാൻ കഴിയും. അത് ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതിയാകും. അപ്പം ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും കാര്യമില്ല, നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ഈ സിസ്റ്റത്തിലേക്ക് പ്ലൈസ് 3ലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് എന്നതാണ് നോക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഹോം പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന മാസ്റ്റർ മെനു, അതിനകത്ത് ജനറൽ ടാബാണ്. ആ ജനറൽ ടാബിന് നോക്കിയാൽ DSC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. DSC രജിസ്ട്രേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം കോൺഫിഗറേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ടോക്കൺ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പാസ്വേഡാണ്, അത് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ NIC ഡിസൈൻ നോട്ട് വർക്കിംഗ് എന്നായിരിക്കും എഴുതി കാണിക്കുക. അത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം സിസ്റ്റം കോൺഫിഗറേഷൻ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, ഒന്നും ജാവ സപ്പോർട്ട് ആവില്ല.
അല്ലെങ്കിൽ നിങ്ങൾ NIC ഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഏതെങ്കിലും വിഷയമാണെന്ന് മനസ്സിലാക്കണം. അത് കളക്ട് ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇതിനകത്തുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ആളുടെ പേരിലൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിജു TS എന്ന് പറയുന്ന ഒരു കരാറുകാരൻ്റെ പേരിലുള്ളതാണ്. അപ്പം ആ പറയുന്ന കരാറുകാരൻ്റെ പേരിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ കാണും. നമ്മൾ ഉപയോഗിക്കുന്ന കരാറുകാരുടെ പേരിലുള്ളത് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ പേരൊക്കെ അവിടെ വരുന്നതാണ്. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം DSC രജിസ്ട്രേഷൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മൾ DSC രജിസ്ട്രേഷൻ ചെയ്തത്. ഇതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സൈറ്റ് ഹാൻഡ് ഓവർ സൈൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഇൻബോക്സ് എടുക്കുന്നു. ഇൻബോക്സിനകത്ത് സൈറ്റ് ഹാൻഡ് ഓവർ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഇത് ഡിജിറ്റൽ സൈൻ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി ആക്ഷൻ ബട്ടനകത്ത് സൈൻ ദ പ്ലഫോമ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ടോക്കൺ പാസ്വേഡ് ചോദിക്കുന്നു. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന സൈറ്റ് ഹാൻഡ് ഓവറിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കൺഫേം സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കൺഫേം സൈൻ. അപ്പം അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ PDF സക്സസ്ഫുള്ളി സൈൻഡ് എന്ന് കാണും. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുക ടേക്കൺ ഓവർ എന്ന് പറയുന്നിടത്ത് ഡിജിറ്റലി സൈൻഡ് ബൈ ആ കരാറുകാരുടെ പേരടക്കം അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡിജിറ്റൽ സൈൻ ചെയ്ത് കഴിയും. ഇത് ഡിജിറ്റൽ സൈൻ ചെയ്ത് ഇവിടെ ഇട്ടുന്നാൽ പോരാ. NOയുടെ കേസ് നമ്മൾ ഒരു ആക്ഷനും എടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ സൈറ്റ് ഹാൻഡ് ഓവറിൽ നമ്മൾ സൈൻ ചെയ്താൽ അത് കൺസേൺഡ് ഓഫീസർക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൺസേൺഡ് ഓഫീസർ അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആക്ഷൻ ബട്ടൺ എടുക്കുന്നു. സൈറ്റ് ഹാൻഡ് ഓവർ കോൺട്രാക്ടർ മാത്രം ഒപ്പിട്ടാൽ പോരാ, ബന്ധപ്പെട്ട എഞ്ചിനീയറും കൂടി അതിന് ഒപ്പിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സൈറ്റ് ഹാൻഡ് ഓവർ പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഫോർവേഡ് ബട്ടൺ, സെലക്ട് ആക്ഷൻ നമ്പർ ഫോർ കൗണ്ടർ സൈനിങ്, എന്നിട്ട് സെലക്ട് ഓഫീസർ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പേരാണ്. അപ്പം ഫോർ കൗണ്ടർ സൈനിങ് എന്ന ഒരു കമൻറ്റോടുകൂടി നമ്മൾ ഫയൽ നേരെ AEയുടെ ലോഗിലേക്ക് അയക്കുകയാണ്. ഫോർ സക്സസ്ഫുള്ളി ഫോർവേഡ് ഫോർ കൗണ്ടർ സൈനിങ്. സൈറ്റ് ഹാൻഡ് ഓവർ ബന്ധപ്പെട്ട ഓഫീസിലെത്തുമ്പം അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൂടി ഇതുപോലെ ഡിജിറ്റൽ സൈൻ ചെയ്യും. ഡിജിറ്റൽ സൈൻ ചെയ്യുന്നതോടുകൂടി പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ സൈറ്റ് ഹാൻഡ് ഓവർ കൂടി സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ എംബുക്ക് അവിടെ ജനറേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ എംബുക്കായി. അപ്പോൾ ഈ എംബുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ മെഷർമെൻറ്റും അതിനകത്ത് എൻ്റർ ചെയ്യുന്നു ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ. എന്നിട്ട് ഓൺലൈനായിട്ട് തന്നെ ഈ ഫയൽ നേരെ AXCയുടെ ലോഗിലേക്ക് പോകുന്നു. AXC അത് ചെക്ക് മെഷർ ചെയ്യുന്നു. ഇനി മുതൽ നിങ്ങൾ ഈ പറയുന്ന എംബുക്കും ബില്ലുമായിട്ടൊന്നും ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങേണ്ടി വരികയില്ല. വളരെ പ്രയോജനകരമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പ്ലൈ3 വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഫയലിൻ്റെ ജനനം മുതൽ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നത് വരെ, ആ ഫയലിൻ്റെ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കംപ്ലീറ്റ് ഫയൽ മോണിറ്ററിംഗ് സിസ്റ്റമാണ് പ്ലൈ3. നിങ്ങൾക്ക് ഇതിന്മേലുള്ള അടുത്ത സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ആ സംശയങ്ങളെല്ലാം പരിഹരിക്കാൻ വീണ്ടും ഒരു വീഡിയോയുമായി സഹായി.comന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിലുണ്ടാകും. വീണ്ടും കാണും വരെ വണക്കം.